Hi students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസ്ഡ് ഓൺ സൂപ്പർവിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലേണിങ്സ് ആണ്. സോ ദ അൽഗോരിതം അറ്റ് വൺസ് എല്ലാം ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ബാച്ച് വൈസ് ആയിട്ടാണോ ലേൺ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൺലൈൻ ലേണിംഗ്, ബാച്ച് ലേണിംഗ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ലേണിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണത് ഈസ് ബൈ കമ്പയറിംഗ് ദ ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ടു ദ നോൺ ഡാറ്റ പോയിൻറ്റ്സ്. അതിനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ചെയ്ത ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് ആണോ, മോഡൽ ബേസ്ഡ് ലേണിംഗ് ആണോ. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. സോ ഫസ്റ്റ് നോക്കാം. So machine learning systems can be classified according to the amount and type of supervision they get during training. So സൂപ്പർവിഷനെ ബേസ് ചെയ്തിട്ട് ദ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ എത്രത്തോളം ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് 4 കാറ്റഗറീസ് ആയിട്ട് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, so it is the most common type of machine learning ആണ്. As the name suggests, supervised means എന്താണ്, it is the learning under the supervision of a teacher. Okay, so it works like a teacher or supervisor guiding the machine. So ഒരു ക്ലാസ് എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യാം. അവിടെ ഒരു സൂപ്പർവൈസർ ആയിരിക്കും സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ടീച്ച് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ സിനാരിയോയിൽ സ്റ്റുഡൻസ് ആ പ്രോബ്ലംസ് ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യുന്ന അവർ ആ ഒരു പ്രോബ്ലത്തിൻ്റെ പാറ്റേൺസ് അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയെന്നുണ്ടാവും. സോ ഒരു പുതിയ പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവർ ലേൺ ചെയ്യും. സോ അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ആ ഒരു സ്ട്രാറ്റജിയാണ് എന്ത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ദ അൽഗോരിതം ഈസ് ട്രെയിൻഡ് ഓൺ ലേബിൾഡ് ഡാറ്റ സെറ്റ്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ട്രെയിനിങ് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണ്. എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഓരോ ഇമേജസും ഇൻപുട്ടാണ്, ഈ ഓരോ ഇമേജും ഇൻപുട്ടാണ്. ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ലേബൽ ചെയ്തിട്ടുണ്ട് അല്ല, ഓരോ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ലേബൽസ് ചെയ്തിട്ടുണ്ട്. സോ കാറ്റിൻ്റെ ഇമേജ് ഉണ്ട്, ഡോഗ് ആണെങ്കിൽ ഡോഗ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്, കാറ്റ് ആണെങ്കിൽ കാറ്റ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. സോ ഫൈനലി സിസ്റ്റം ഈ ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണ്, ഓരോ ഇമേജും ഏതാണെന്നുള്ളത് ആ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും. സോ ഫൈനലി ഒരു പുതിയ ഇൻസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ക്യാറ്റാണോ ഡോഗ് ആണോ, ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ക്യാറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് ആ മോഡലിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ ട്രെയിനിങ് ചെയ്യുമ്പോൾ ലേബിൾഡ് ഡാറ്റ സെറ്റാണ് നമ്മളിവിടെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എടുക്കുകയാണെങ്കിൽ ദ അൽഗോരിതം ഈസ് ട്രെയിൻഡ് ഓൺ ലേബിൾഡ് ഡാറ്റ സെറ്റ്. ദാറ്റ് മീൻസ് ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് ആൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഓരോ ഇൻപുട്ടും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ദ സിസ്റ്റം വിൽ ലേൺ എ മാപ്പിംഗ് ഫംഗ്ഷൻ ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. സോ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ആ മാപ്പിംഗ് ഫംഗ്ഷൻ സിസ്റ്റം ലേൺ ചെയ്യുന്നുണ്ടാവും. സോ ദ അൽഗോരിതം will be able to make predictions or decisions when given new unseen data. സോ ഒരു പുതിയ ഇൻസ്റ്റൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അൽഗോരിതത്തിന് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബിൾഡ് ട്രെയിനിങ് സെറ്റാണ്. ലേബിൾഡ് ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഓരോ എക്സാമ്പിൾസും കൊടുക്കുന്നുണ്ടായിരിക്കുക. സോ ദീസ് ലേബൽസ് കറക്റ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണെന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. സോ ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇമെയിൽ ക്ലാസിഫിക്കേഷൻ ഇൻ ടു സ്പാം ആൻഡ് നോൺ സ്പാം. സോ ആദ്യം നമ്മൾ ട്രെയിനിങ് സെറ്റിൽ എന്താ കൊടുക്കുക, കറസ്പോണ്ടിങ് ഓരോ ഇമെയിൽസും കൊടുക്കും, ഇൻപുട്ടും കൊടുക്കും, അത് സ്പാം ആണോ നോൺ സ്പാം ആണോ എന്നുള്ളത് ലേബലും ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഫൈനലി ഒരു പുതിയ ഇമെയിൽ വരുമ്പോൾ ആ ന്യൂ ഇൻസ്റ്റൻസ് ഏത് കാറ്റഗറിയാണ്, സ്പാം ഓർ നോൺ സ്പാം, അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതും ഒരു സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഫേസസ് ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് ടെസ്റ്റിംഗ് ഫേസ്. സോ ട്രെയിനിങ് ഫേസിൽ എന്താ നടക്കുന്നുണ്ടാവുക, മോഡൽ ലേൺസ് ഫ്രം ദ ലേബിൾഡ് ഡാറ്റ. ടെസ്റ്റിംഗ് ഫേസിലാണെങ്കിൽ ദ ട്രെയിൻ മോഡൽ ഈസ് ഇവാലുവേറ്റഡ് യൂസിങ് ന്യൂ ഡാറ്റ ഓർ അൺസീൻ ഡാറ്റ. ഓക്കെ, സോ ട്രെയിനിങ് ഫേസിൽ
ട്രെയിനിങ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുക, ലേബിൾഡ് ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ആ മോഡലിനെ ട്രെയിൻ ചെയ്യും. സോ നമുക്ക് ഫൈനലി ഒരു മോഡൽ കിട്ടുന്നുണ്ടാവും. ആ മോഡൽ യൂസ് ചെയ്തിട്ട് പുതിയ ഇൻപുട്ട് അല്ലെങ്കിൽ പുതിയ ഇൻസ്റ്റൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. ഓക്കെ, സോ ട്രെയിനിങ് ഫേസിൽ എന്താണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, ലേബിൾഡ് ഡാറ്റ സെറ്റാണ് ഇൻപുട്ട്. മോഡൽ സെലക്ഷൻ, നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം ചൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ലീനിയർ റിഗ്രഷൻ, SVM എല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലം സിനാരിയോനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതം ചൂസ് ചെയ്യാം. ദെൻ ലേണിംഗ് ആണ്. സോ ആ അൽഗോരിതം എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഫൈൻഡ് ദ പാറ്റേൺസ്. ആ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള മാപ്പിംഗ് പാറ്റേൺസ് അത് ലേൺ ചെയ്യും. ഫൈനലി നമുക്കൊരു ട്രെയിൻഡ് മോഡൽ കിട്ടും. ഓക്കെ, ടെസ്റ്റിംഗ് ഫേസിൽ എന്തായിരിക്കും, ടെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ ടെസ്റ്റ് ഡാറ്റ, അതായത് ഫീച്ചേഴ്സ് മാത്രം ഇൻപുട്ടായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈനലി നമുക്ക് എന്താണ് ആ ഫീച്ചേഴ്സിൽ നിന്ന് ഫൈനൽ ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടും. ആ മോഡൽ കറക്റ്റ് ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് ഈസ് ലേൺഡ്. ദെൻ ഇവാലുവേഷൻ ആണ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവാലുവേഷൻ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ സൂപ്പർവിഷൻ ലേണിംഗ് ടാസ്ക് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. സോ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ആണ്. എ ടിപ്പിക്കൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടാസ്ക് ഈസ് ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ, ദ ലേബൽ റെപ്രസെൻറ്റ്സ് ദ കാറ്റഗറൈസേഷൻ ഓർ ക്ലാസ്. സോ ഇതിനകത്ത് ഫൈനൽ ഏത് ക്ലാസ് ആണ്, ഏത് കാറ്റഗറി ആണെന്നുള്ള ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിരിക്കാം. ദ ക്ലാസിഫിക്കേഷൻ മോഡൽ പ്രിഡിക്ട്സ് ഡിസ്ക്രീറ്റ് ഔട്ട്കംസ്, ഡിസ്ക്രീറ്റ് ലേബൽസ് ഓർ കാറ്റഗറീസ്. സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റ് ആണോ ഡോഗ് ആണെന്നുള്ളത് ഇമേജ് ക്ലാസിഫൈ ചെയ്യാം. അതൊക്കെ എന്താണ് ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഗോൾ ഈസ് ടു അസൈൻ ആൻഡ് ഇൻപുട്ട് ഡാറ്റ ടു വൺ ഓഫ് ദ സെവറൽ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ്. സോ ഫോർ ഇൻസ്റ്റൻസ് ക്ലാസിഫൈങ് ആൻഡ് ഇമെയിൽ ആസ് സ്പാം ഓർ നോൺ സ്പാം. സോ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ തന്നെ 2 ടൈപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ എന്താണ് ബൈനറി ക്ലാസിഫിക്കേഷൻ? ഇറ്റ് കാറ്റഗറൈസ് ദ ഡാറ്റ പോയിന്റ്സ് ഇൻ ടു വൺ ഓഫ് ദ 2 ഡിസ്റ്റിങ് ക്ലാസ്സസ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമെയിൽസ് എന്ന് പറയുന്നതിൻ്റെ ഇമെയിൽ ക്ലാസിഫിക്കേഷൻ സ്പാം ഓർ നോൺ സ്പാം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ്. കാരണം എന്താ, ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് either സ്പാം ഓർ നോൺ സ്പാം, 2 ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ മെഡിക്കൽ ഡയഗ്നോസിസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സിനാരിയോയിൽ എന്താണ് ബൈനറി ക്ലാസിഫയർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റെ സിംറ്റംസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെദർ ദ പേഷ്യൻ്റ് ഈസ് ഹെൽത്തി ഓർ അൺഹെൽത്തി. ഓക്കെ, അതായിരിക്കും അതിൻ്റെ ഫൈനൽ 2 കാറ്റഗറീസ്. സോ അതാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ ഇറ്റ് കാറ്റഗറൈസസ് ദ ഡാറ്റ പോയിന്റ്സ് ഇൻ ടു വൺ ഓഫ് ദ 2 ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സസ്. നെയ്വ് ബയാസ് ക്ലാസിഫയർ, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, KNN, കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതംസ്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ്. നെക്സ്റ്റ് റിഗ്രഷൻ ആണ്. റിഗ്രഷൻ മോഡൽസ് ഇറ്റ് പ്രിഡിക്ട് ദ കണ്ടിന്യൂസ് വാല്യൂസ് ഓർ റിയൽ വാല്യൂസ്. ഓക്കെ, സോ റിഗ്രഷൻ ഈസ് എ ഫോം ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്, ഇൻ വിച്ച് ദ ലേബൽ പ്രിഡിക്റ്റഡ് ബൈ ദ മോഡൽ ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, ഒരു ന്യൂമറിക്കൽ ഔട്ട്പുട്ടാണ് റിഗ്രഷനിൽ അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. ദാറ്റ് വാല്യൂ ഈസ് കണ്ടിന്യൂസ് ഓർ റിയൽ വാല്യൂസ്. ഓക്കെ, സോ ഒരു എക്സാമ്പിളാണ് ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഹൗസിൻ്റെ ഫീച്ചേഴ്സ്, ഇൻപുട്ട്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, സ്ട്രീറ്റ് ഏരിയ, കറസ്പോണ്ടിങ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഓവറോൾ കണ്ടീഷൻ എന്താണ്, ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ എന്താണ്, ഇങ്ങനത്തെ ഇൻപുട്ട് ഫീച്ചേഴ്സൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് എന്താണ് കറസ്പോണ്ടിങ് പ്രൈസ് ഓഫ് ദ ഹൗസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ എ റിഗ്രഷൻ. സോ എസ്റ്റിമേറ്റിംഗ് എ പേഴ്സൺസ് വെയ്റ്റ് ബേസ്ഡ് ഓൺ ഹൈറ്റ് ആൻഡ് ഏജ്, അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ്. ഇതെല്ലാം റിഗ്രഷൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ കോമൺ റിഗ്രഷൻ അൽഗോരിതംസ് ഓർത്ത് വയ്ക്കാം. ലീനിയർ റിഗ്രഷൻ, പോളിനോമിയൽ റിഗ്രഷൻ, പറ്റാവുന്നത് 2 എക്സാമ്പിൾസ് ഓർ 3 എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാം. റിഡ്ജ് റിഗ്രഷൻ, സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ റിഗ്രസർ, KNN റിഗ്രഷൻ. Unsupervised learning. So it is the type of machine learning where the model is trained on unlabeled data. So it is a learning without a teacher supervising the learning process. So നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ എന്തായിരുന്നു, കറസ്പോണ്ടിങ് മോഡൽ എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്തേക്കുന്നത് ലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺലേബിൾഡ് ഡാറ്റയാണ്. അവിടെ നമ്മളൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, ഓരോ ഇൻപുട്ടും അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും ലേബൽ ചെയ്തിട്ടുള്ള ഇത് വെച്ച് ട്രെയിൻ ചെയ്തിട്ട് സൂപ്പർവിഷനെ ബേസ് ചെയ്തിട്ട് അണ്ടർ ദ ഗൈഡൻസ്
അത് ലേൺ ചെയ്ത ഒരു മെത്തേഡാണ് സൂപ്പർവൈസ്ഡ്. അൺസൂപ്പർവൈസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ലേണിംഗ് വിത്തൗട്ട് എ ടീച്ചറാണ്. വിത്തൗട്ട് എ ടീച്ചർ സൂപ്പർവൈസിങ് ദ ലേണിംഗ് പ്രോസസ്സ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺലേബിൾഡ് ഡാറ്റ. ദാറ്റ് ഈസ് നമ്മുടെ ട്രെയിനിങ് എക്സാമ്പിൾസിൽ എന്തായിരിക്കും? ജസ്റ്റ് ഇൻപുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് ഏതാണ് കാറ്റഗറി എന്നുള്ളത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ദ സിസ്റ്റം വിൽ ട്രൈസ് ടു ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ്. അൺലേബിൾഡ് ഡാറ്റ സെറ്റിൽ നിന്ന് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് എന്താണ് പ്രിഡിക്ഷൻസ് പെർഫോം ചെയ്യുന്ന മെത്തേഡാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ഡീലിംഗ് വിത്ത് ലാർജ് ഡാറ്റ സെറ്റ്. ഒരുപാട് ഡാറ്റാ സെറ്റ് ആണെങ്കിൽ, ഒരുപാട് വലിയ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ അതിനകത്ത് എല്ലാം ലേബൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്, ഡാറ്റ ക്ലസ്റ്ററിംഗ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. സോ അവിടെയൊക്കെ ഈ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് മീൻസ് നമുക്ക് ഒരുപാട് വലിയ ഡാറ്റാസിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. വിഷ്വലൈസേഷനൊക്കെ വഴി സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. ഡാറ്റ ക്ലസ്റ്ററിംഗ്, ഡാറ്റാസിനെ ഗ്രൂപ്പ് ചെയ്യുക ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് സിനാരിയോസ്, യൂസ്ഫുൾ ആയിട്ടുള്ള സിനാരിയോസ്. സോ ഒരു ട്രെയിനിങ് സെറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അൺലേബിൾഡ് ട്രെയിനിങ് സെറ്റാണ്. സോ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സോ അൺലേബിൾഡ് ഡാറ്റ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ അതിൻ്റെ ഷേപ്പ് ഒക്കെ ബേസ് ചെയ്തിട്ട് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാണ്. ഓക്കെ, സർക്കിൾ ആണെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോൾ അത് സിമിലർ ആയിട്ടുള്ള ഇൻപുട്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. ഓക്കെ, സോ അങ്ങനെ കറസ്പോണ്ടിങ് സിമിലർ ആയിട്ടുള്ള തിങ്സിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ സം ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ്. സോ ഇതിനകത്ത് ക്ലസ്റ്ററിങ് വരുന്നുണ്ട്, അനോമലി ഡിറ്റക്ഷൻ ആൻഡ് നോവൽറ്റി ഡിറ്റക്ഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അസോസിയേഷൻ റൂൾ ലേണിംഗ്. സോ ഇതിന് താഴെ വരുന്ന അൽഗോരിതംസ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് വൺ, ക്ലസ്റ്ററിങ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ് ക്ലസ്റ്ററിങ്. സോ മെയിൻ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് സിമിലർ ഡാറ്റ പോയിന്റ്സ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് വിത്തൗട്ട് പ്രയർ ലേബിൾസ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ലേബലിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം എന്താ? അൺലേബിൾഡ് ഡാറ്റ സെറ്റാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ അൺലേബിൾഡ് ഡാറ്റ സെറ്റിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സിനെല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ if you use a hierarchical clustering algorithm means അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ട് തന്നെ എഗെയിൻ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രൂപ്പിനെ തന്നെ വീണ്ടും സബ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലസ്റ്ററിംഗ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്, പാറ്റേൺ റെക്കഗ്നീഷൻ, അനോമലി ഡിറ്റക്ഷൻ, ഇമേജ് സെഗ്മെൻറ്റേഷൻ ആൻഡ് എക്സെട്ര. സോ അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് കെ മീൻസ്, DB സ്കാൻ, ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ അനാലിസിസ്. സോ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അൺലേബിൾഡ് ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ ഡാറ്റ പോയിൻറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ കുറേ ഡാറ്റ പോയിൻറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഏരിയയിനകത്തും ഇതിനകത്തുള്ള എല്ലാ ഡാറ്റ പോയിൻറ്റ്സിനും എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റം എന്താ ചെയ്യുന്നുണ്ടാവാം? ഇതിനകത്ത് ഈ അൺലേബിൾഡ് ഡാറ്റയിൽ നിന്ന് ഈ കോമൺ ഫീച്ചേഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെല്ലാം സിമിലർ ആയിട്ടുള്ളതിനെല്ലാം ഓരോ ക്ലസ്റ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇതാണെങ്കിൽ ഇത് യെല്ലോ കളേഴ്സ് എല്ലാം ക്ലസ്റ്റർ 1, റെഡ് കളേഴ്സ് എല്ലാം ക്ലസ്റ്റർ 2, ഗ്രീൻ കളേഴ്സ് എല്ലാം ക്ലസ്റ്റർ 3. അപ്പോൾ ക്ലസ്റ്റർ 3 എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അൺലേബിൾഡ് ഡാറ്റ സെറ്റിൽ നമ്മൾ ക്ലസ്റ്ററിങ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. 3 ക്ലസ്റ്റേഴ്സ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അൺലേബിൾഡ് ഡാറ്റയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയാം. സോ സെക്കൻഡ് വൺ, അനോമലി ഡിറ്റക്ഷൻ ആൻഡ് നോവൽറ്റി ഡിറ്റക്ഷൻ. സോ അനോമലി ഡിറ്റക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ പാറ്റേൺസ് ഇൻ ഡാറ്റ. സോ യൂഷ്വലി ട്രെയിൻ ചെയ്യുമ്പോൾ വി ട്രെയിൻ യൂസിങ് നോർമൽ ഇൻസ്റ്റൻസസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യും. സോ ഇറ്റ് ലേൺസ് ടു റെക്കഗ്നൈസ് ദം. ഓക്കെ, സോ വെൻ എ ന്യൂ ഇൻസ്റ്റൻസ് കംസ് എന്താ ചെയ്യാം?
പുതിയ ഇൻസ്റ്റൻസ് വരുമ്പോൾ അത് നോർമൽ ആണോ അല്ലെങ്കിൽ അനോമലി കേസ് ആണോ എന്നുള്ളത് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് മെയിൻലി ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് ഡിറ്റക്ടിങ് അൺയൂഷ്വൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ടു പ്രിവെൻറ്റ് ഫ്രോഡ്, catching manufacturing defects, then automatically removing outliers from a data set before feeding it to another learning algorithm. സോ ഒരു ഡാറ്റാ സെറ്റിന് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പിലും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനോമലി ഡിറ്റക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ അനോമലി ഡിറ്റക്ഷൻ ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ യൂഷ്വലി സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുന്നത് ഈ നോർമൽ ഇൻസ്റ്റൻസസ് ആണ്, ട്രെയിനിങ് ഇൻസ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ സിസ്റ്റത്തിന് ഈ പാറ്റേൺസ് എല്ലാം അറിയുന്നുണ്ടാവും. സോ ഒരു പുതിയ ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ എന്തായിരിക്കും, അത് അൺയൂഷ്വൽ ആണെങ്കിൽ നോർമൽ ഇൻസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺയൂഷ്വൽ ആണെങ്കിൽ അത് അനോമലി ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് നോവാലിറ്റി ഡിറ്റക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് വെരി സിമിലർ ടു അനോമലി ഡിറ്റക്ഷൻ. ഇറ്റ് എയിംസ് ടു ഡിറ്റക്ട് ന്യൂ ഇൻസ്റ്റൻസസ് ദാറ്റ് ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ഇൻസ്റ്റൻസസ് ഇൻ ദ ട്രെയിനിങ് സെറ്റ്. ഓക്കെ, സോ ഇതിനകത്തൊരു ഡിഫറൻസ് പറയുന്നത് എന്താണ്, if you have thousands of pictures of dog and 1% of these pictures are Chihuahuas, ഇതൊരു ഡിഫറെൻറ്റ് റെയർ ടൈപ്പ് ഡോഗാണ്, നിങ്ങൾക്ക് പിക്ചർ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ഡാറ്റാ സെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 1000 പിക്ചേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനകത്ത് ഒരു 10 പിക്ചേഴ്സ് ഈ ഒരു റെയർ ടൈപ്പ് ഓഫ് ഡോഗാണെന്ന് വയ്ക്കാം. ഓക്കെ, സോ നോവാലിറ്റി ഡിറ്റക്ഷൻ അൽഗോരിതം എന്ത് ചെയ്യാം, ഇറ്റ് ഹാസ് ടു ആക്സെപ്റ്റ് ദം ആസ് നോർമൽ. നോവാലിറ്റി ഡിറ്റക്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇതൊരു നോർമൽ ആയിട്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് വരണം. ഓക്കെ, ബട്ട് അനോമലി ഡിറ്റക്ഷൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, ഇത് റെയർ ഡോഗ് ആയതുകൊണ്ട് ഈ ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനോമലി ആയിട്ടാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ അനോമലി ഡിറ്റക്ഷൻ ആൻഡ് നോവൽറ്റി ഡിറ്റക്ഷൻ അൽഗോരിതംസ് ആണ് 1 class SVM, ഐസൊലേഷൻ ഫോറസ്റ്റ്, K-means clustering. Next, visualization and dimensionality reduction. Visualization algorithms. So visualization algorithm, you feed them a lot of complex and unlabeled data and they output a 2D or 3D representation of your data. Okay, so നമുക്ക് visualization graphical representations ആണ് 2D or 3D representation of our data. Okay, these algorithms try to preserve as much structure as they can, trying to keep separate clusters in the input space from overlapping in the visualization, so that you understand that how the data is organized, perhaps identify the unsuspected patterns. So നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ ഇതിനകത്ത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് കാറ്റ്, ഓട്ടോമൊബൈൽ, ട്രക്ക്, ഫ്രോഗ്, ഷിപ്പ്, എയറോപ്ലെയിൻ, ഹോഴ്സ്, ബേർഡ്, ഡോഗ്, ഡിയർ. സോ ഗ്രാഫിക്കലി നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ വിഷ്വലൈസേഷൻ വഴി നമുക്ക് എന്തൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും, how the animals are rather well separated from vehicles. നമുക്ക് നോക്കിയാൽ അറിയാം വെഹിക്കിൾസ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെയാണ്. ഓക്കെ, അനിമൽസ് എല്ലാം ഈ ഒരു ഏരിയയിലാണ്. സോ ദേ ആർ വെൽ സെപ്പറേറ്റഡ് ആണ്. ദെൻ ഹൗ ഹോഴ്സസ് ആർ ക്ലോസ് ടു ഡിയർ ബട്ട് ഫാർ ഫ്രം ബേർഡ്സ്. സോ ഹോഴ്സ്, ഡിയർ ഇതെല്ലാം റിമാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് വിഷ്വലൈസേഷൻ അൽഗോരിതംസ്. Next, dimensionality reduction ആണ്. So it is the process of reducing the number of input variables in a data set while preserving as much as important information as possible. So dimensionality reduction എന്ന് പറയുന്നത് എന്താ, it is the process of reducing the features while preserving the most important information. ഇപ്പോൾ നമ്മളൊരു ഇമേജ് ക്ലാസിഫിക്കേഷൻ എടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജിനകത്ത് നമുക്കറിയാം ഓരോ ഇതും നമുക്ക് എന്താണ് പറയുക, ഓരോ കമ്പോണൻസും പിക്സൽസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കാം, ഇതിനകത്ത് ഓരോ കമ്പോണൻസും പിക്സൽസ് ആണ്. ഈ പിക്സൽസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് സപ്പോസ് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സപ്പോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു 50 പിക്സൽസ് ഉണ്ട്. സോ ഈ ഒരു ഹൈറ്റ് 50 പിക്സൽസ് ഉണ്ടെന്ന് വയ്ക്കാം. സോ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും, 50 × 50 2500 പിക്സൽസ് ആണ്. ഓക്കെ, സോ ഇത്രയും പിക്സൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ഇത്രയും പിക്സൽസ് സ്റ്റോർ ചെയ്തിട്ട് വേണം പ്രോസസ്സ് ചെയ്യാൻ. ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ 2500 പിക്സൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോസ് അതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇതിനകത്ത് ഈ 2500 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സപ്പോസ് നമുക്ക് വേണമെങ്കിൽ 10 × 10 സൈസ് ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് നമ്പർ ഓഫ് പിക്സൽസ് എത്രയായിട്ട് മാറും, 100 പിക്സൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് റെഡ്യൂസ് ചെയ്യും. ബട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും, ഒരു ലാർജ് ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ
അതിനെ നമുക്കൊരു സ്മോളർ ഡാറ്റ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യണതുകൊണ്ട് എന്താണ് ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു പ്രിസർവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ചുമ്മാ ഗ്രാജുവലി എല്ലാ പിക്സൽസും കളഞ്ഞിട്ട് യൂസ് ചെയ്താൽ ശരിയാവില്ല. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ കീപ്പ് ചെയ്തിട്ട് അൺനെസസറി ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡാറ്റ സെറ്റ് വലിയ ഡാറ്റ സെറ്റിൽ നിന്ന് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ആക്കാൻ പറ്റും. സോ കമ്പ്യൂട്ടേഷൻ ടൈം ഒക്കെ കുറവായിട്ട് വരും. സോ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, it is used to reduce high dimensional data into lower dimensions for better visualization or processing. So the dimensionality reduction, it reduces the number of input variables in the data set while retaining its key patterns. It helps to simplify the models, reduce the computation time, improves the visualization. So main goal ഇവിടെ എന്താണ്? We have to simplify the data without losing too much information. ഓക്കെ, സോ ഒരു മെത്തേഡാണ് ഈ ഒരു ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് വി ക്യാൻ മെർജ് സെവറൽ കോറിലേറ്റഡ് ഫീച്ചേഴ്സ് ഇൻ ടു വൺ. ഓക്കെ, അതായത് കോറിലേറ്റഡ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് ഒറ്റ സിംഗിൾ ഫീച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് പ്രോസസ് ഈസ് നോൺ എസ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഓക്കെ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്നാണ് അതിന് പറയാം. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. ഒരു കാറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്, ഈ കാറിൻ്റെ മൈലേജ് ഇറ്റ് ഈസ് സ്ട്രോങ്ലി റിലേറ്റഡ് വിത്ത് ഇറ്റ്സ് ഏജ്. ചെയ്യാം ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതം ഇറ്റ് വിൽ മെർജ് ദം ഇൻ ടു വൺ ഫീച്ചർ. ഓക്കെ, സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ കാർസ് വിയർ ആൻഡ് ടിയർ. സോ നമ്മൾ ഈ രണ്ട് ഫീച്ചേഴ്സിനെയും കൂടി റെഡ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ ഫീച്ചറായിട്ട് കാറിൻ്റെ വിയർ ആൻഡ് ടിയർ എന്നുള്ള ഒരു സിംഗിൾ ഫീച്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ദാറ്റ് ഈസ് യു ബിൽഡ് എ ന്യൂ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഫ്രം ദ ഒറിജിനൽ ഫീച്ചർ സെറ്റ്. സോ വിഷ്വലൈസേഷൻ ആൻഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് ആണ് PCA, പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്, കേർണൽ PCA, ലോക്കലി ലീനിയർ എംബഡിംഗ്, T-distributed stochastic neighbor embedding. So next one, association rule learning ആണ്. So here the goal is to dig into large amount of data and discover the interesting relations between attributes. So attributes തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അസോസിയേഷൻ റൂൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് റിലേഷൻഷിപ്സ് ഓർ അസോസിയേഷൻ എമംഗ് എ സെറ്റ് ഓഫ് ഐറ്റംസ്. സോ അസോസിയേഷൻ റൂൾ ലേണിംഗ് ഈസ് എ മെഷീൻ ലേണിംഗ് മോഡലാണ് ഫോർ ഡിസ്കവറിംഗ് ദ interesting relations called association rules between variables in large databases using some measure of interestingness. Okay, so ഇതിനകത്ത് അസോസിയേഷൻ റൂൾസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് യു ഓൺ എ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഒരു അസോസിയേഷൻ റൂൾ ലേണിംഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ലോഗിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ ബ്രെഡും ബട്ടറും വാങ്ങിക്കുകയാണെങ്കിൽ ദർ ഈസ് എ പ്രോബബിലിറ്റി, അതായത് മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ബ്രെഡും ബട്ടറും വാങ്ങിക്കുന്ന മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ദേ ഓൾസോ പർച്ചേസ് ദ മിൽക്ക്. ഓക്കെ, സോ ഈ എന്താണ് ഐറ്റംസ് തമ്മിലുള്ള അസോസിയേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അസോസിയേഷൻ റൂൾ ലേണിംഗ് യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു ബൈങ് പാറ്റേൺസ് ബ്രെഡും ബട്ടറും വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ടുഗദറായിട്ട് ഈ ഒരു ഐറ്റം കൂടി അവർ ബൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അസോസിയേഷൻ റൂൾ ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് അപ്രിയറി അൽഗോരിതം, ഇക്ലാറ്റ് അൽഗോരിതം, FP ഗ്രോത്ത് അൽഗോരിതം. So next one, semi-supervised learning. So in semi-supervised learning, the machine algorithms are trained on small amount of labeled data and large amount of unlabeled data. So നമുക്കറിയാം എല്ലാ ഫുള്ളി ലേബിൾഡ് ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. നമുക്ക് നെറ്റിൽ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്, എല്ലാം ലേബിൾഡ് ആയിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു സിനാരിയോയിലാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് കുറച്ച് പോർഷൻസ് ലേബിൾഡ് ആണ്, ഒരുപാട് പോർഷൻസ് അൺലേബിൾഡ് ആണ്. ആ ഒരു സിനാരിയോയിലാണ് നമ്മൾ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താ, നമുക്ക് സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഫുള്ളി ലേബിൾഡ് ആയിരിക്കണം, അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഫുള്ളി അൺലേബിൾഡ് ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടിൻ്റെ മിക്സ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്സ് ആണ് അപ്ലൈ ചെയ്യുക. ഓക്കെ,
സോ ഇതിനകത്ത് വരുന്ന ഒരു ടെക്നിക്കാണ് സ്യൂഡോ ലേബലിംഗ്. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വി ട്രെയിൻ ദ മോഡൽ വിത്ത് ലേബിൾഡ് ഡാറ്റ. ഓക്കെ, നമ്മളൊരു ലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്തിട്ട് ആ മോഡലിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ട്രെയിൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലേബിൾഡ് ഡാറ്റയിൽ നിന്ന് കറസ്പോണ്ടിങ് നമുക്ക് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പ്രിഡിക്റ്റ് ചെയ്യാൻ, ഒരു പുതിയ ഡാറ്റ കൊടുത്താൽ അത് ഏത് ലേബലാണെന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ ആ സിനാരിയോയിൽ ഈ മോഡലിലേക്ക് നമ്മൾ ഒരു അൺലേബിൾഡ് ഡാറ്റ കൊടുക്കും. സോ വി യൂസ് ദ ട്രെയിൻഡ് മോഡൽ ടു പ്രിഡിക്റ്റ് ദ ലേബിൾസ് ഫോർ അൺലേബിൾഡ് ഡാറ്റ. സോ ഈ മോഡൽ എന്താണ് ചെയ്യാം, സ്യൂഡോ ലേബിൾഡ് ഡാറ്റ, അതായത് ഇപ്പോൾ നമ്മൾ അൺലേബിൾ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെല്ലാം ലേബൽ ചെയ്തിട്ട് നമുക്ക് ഒരു സ്യൂഡോ ലേബിൾഡ് ഡാറ്റ കിട്ടും. ഓൾറെഡി നമ്മുടെ കയ്യിൽ ലേബിൾഡ് ഡാറ്റ ഉണ്ടായിരിക്കും. സോ രണ്ടും കൂടിയിട്ട് നമ്മൾ മോഡലിനെ വീണ്ടും ട്രെയിൻ ചെയ്യും. സോ വി റീട്രെയിൻ ദ മോഡൽ വിത്ത് സ്യൂഡോ ആൻഡ് ലേബിൾഡ് ഡാറ്റ സെറ്റ്സ് ടുഗദർ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ആക്യുറസി അല്ലെങ്കിൽ ആ മോഡലിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇത്രയും വലിയ ഡാറ്റ സെറ്റിന് നമുക്ക് ഇപ്പോൾ അൺലേബിൾഡ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് മാനുവലി ലേബൽ ചെയ്യാന്ന് പറഞ്ഞാൽ ടഫായിരിക്കും. സോ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എന്താണ്, ഓൾറെഡി ലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യും. ആ മോഡലിലേക്ക് അൺലേബിൾഡ് ഡാറ്റ കൊടുത്തിട്ട് അതിന് ലേബൽ ചെയ്യിപ്പിക്കും. സോ നമുക്ക് സ്യൂഡോ ലേബിൾഡ് ഡാറ്റ കിട്ടും. അതും ലേബിൾഡ് ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ മോഡലിനെ റീട്രെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാറ്റ സെറ്റ് എന്തായി, ഫുള്ളി ലേബിൾഡ് ഡാറ്റ സെറ്റായി. ഓക്കെ, so semi-supervised learning, it is a combination of unsupervised and semi-supervised algorithms ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡീപ് ബിലീഫ് നെറ്റ്വർക്ക്സ് DBNs, they are based on unsupervised components called restricted Boltzmann machines RBMs stacked on top of one another. So RBMs are trained sequentially in an unsupervised manner. Then the whole system is fine-tuned using supervised learning algorithms. Okay, അപ്പോൾ സെമി സൂപ്പർവൈസ്ഡ് യൂഷ്വലി അൺസൂപ്പർവൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് രണ്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ടാവും. സോ എന്താണ്, ഇപ്പോൾ DBNs RBMs എല്ലാം അൺസൂപ്പർവൈസ്ഡ് ടെക്നിക്സ് ആണ്. അത് ഫോളോ ചെയ്തിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടേംസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ലേണിംഗ് ടൈപ്പാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് വെർ an agent learns to make decisions by interacting with an environment. Okay, സോ ഇവിടെ നമ്മൾ ലേബിൾഡ് ഡാറ്റ സെറ്റ് അൺലേബിൾഡ് ഡാറ്റ സെറ്റ് ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കും. ഏജൻറ്റ് ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ആണ് ആക്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദ ഏജൻറ്റ് ടേക്സ് ആക്ഷൻസ് ആൻഡ് ഗെറ്റ് റിവാർഡ്സ് ഇൻ റിട്ടേൺ. അപ്പോൾ ഓരോ ആക്ഷൻസിനും ചിലപ്പോൾ പോസിറ്റീവ് റിവാർഡ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് റിവാർഡ്സ് ആയിരിക്കും. ഓക്കെ, ഓരോ ആക്ഷന് കറസ്പോണ്ടിങ് പോസിറ്റീവ് റിവാർഡ്സ് ഓർ നെഗറ്റീവ് റിവാർഡ്സ് അതിന് കിട്ടുന്നുണ്ടാവും. സോ അതിന് ബേസ് ചെയ്തിട്ട് ദ ഏജൻറ്റ് ലേൺസ് ബൈ ഇറ്റ് സെൽഫ് വാട്ട് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. സോ എന്താണ് ഓരോ ഇതിലും ചെയ്യേണ്ടതെന്നുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി, അത് ഇറ്റ് വിൽ ലേൺ ബൈ ഇറ്റ് സെൽഫ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പോളിസി. Okay, so a policy defines what action the agent should choose when it is in a given situation. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് ആക്ഷനാണ് ആ ഏജൻറ്റ് എടുക്കേണ്ടത്, ദാറ്റ് ഈസ് നോൺ ആസ് പോളിസി, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, സോ റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൽ വരുന്ന കീ കമ്പോണൻസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ, ഏജൻറ്റ്, ഇറ്റ് ലേൺസ് ആൻഡ് മേക്സ് ഡിസിഷൻ. സോ ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കും. എൻവയോൺമെൻറ്റ്, സോ ഈ ഏജൻറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. the world the agent interacts with. Then next state ആണ്, the current situation ആണ് state എന്ന് പറയുന്നുണ്ടാവുക. So current situation is known as state. Action, that is a moment the agent can make. ഓരോ ആക്ഷൻസ് ഏജൻ്റ് ആണ് ഇൻട്രാക്ട് ചെയ്തിട്ട് ഓരോ ആക്ഷൻസ് എടുക്കുന്നുണ്ടായിരിക്കാം. സോ ബേസ്ഡ് ഓൺ ദ ആക്ഷൻ ദ ഏജൻറ്റ് വിൽ ഗെറ്റ് എ റിവാർഡ്. ഓക്കെ, അതിന് ഇപ്പോഴത്തെ ആക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു റിവാർഡ് കിട്ടും. ആ റിവാർഡ് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ദറ്റ് ഈസ് ദ ഫീഡ്ബാക്ക്, ഗുഡ് ഓർ ബാഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, ദെൻ പോളിസി, ദ ഏജൻസി സ്ട്രാറ്റജിയാണ് പോളിസി എന്ന് പറയുന്നത്. സോ വാട്ട് ആക്ഷൻ ടു ടേക്ക് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലും ഏത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പോളിസി എന്ന് പറയുന്നത്. ദെൻ വാല്യൂ, ഹൗ ഗുഡ് എ സ്റ്റേറ്റ് ഈസ് ഓർ ആക്ഷൻ ഈസ് ഇൻ ടേംസ് ഓഫ് ഫ്യൂച്ചർ റിവാർഡ്സ്. ഇതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ ഏരിയാസ് വരുന്നത് റോബോട്ടിക്സ് ഓട്ടോമേഷൻസിലൊക്കെയാണ് വരുന്നത്. റോബോട്ടിക്സ് ആംസ് നമുക്ക് ഹ്യൂമൻ ലൈക്ക് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് എവിടെയാണ് റോബോട്ടിക് ആംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക? വെയർഹൗസ് മാനേജ്മെൻറ്റ്, പാക്കേജിങ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, ഡിഫക്റ്റ് ഇൻസ്പെക്ഷൻ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്ക് റോബോട്ടിക്സ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ,
അടുത്ത ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമേഷനാണ്, ദാറ്റ് ഈസ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. അപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ലേൺ ചെയ്യുന്നുണ്ടാവുക, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലേണിങ്സിലുള്ള. അപ്പോൾ ഡിഫറെൻറ്റ് സിനാരിയോസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുന്നുണ്ടാവും. സോ they are introduced to different situations through which they learn how to behave in a specific circumstances and offer better performance. ഇതൊക്കെ എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ അപ്ലിക്കേഷൻ ഏരിയാസ് ആണ്. നെക്സ്റ്റ് ഗെയിമിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. സോ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത് ആൽഫാഗോ. ആൽഫാഗോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ദാറ്റ് ഹാസ് ബീറ്റൺ എ ഹ്യൂമൺ ഇൻ ദ ബോർഡ് ഗെയിം ഗോ. ഗോ എന്നുള്ള ഗെയിമിൽ ഹ്യൂമണിനെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആൽഫാഗോ. സോ ഗെയിമിങ്ങിലാണെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് നമുക്ക് ആ സിനാരിയോസിൽ നിന്ന് തന്നെ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻസ്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഏരിയാസിൽ എങ്ങനെ നമുക്കെന്താണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, ഓരോ പേഷ്യൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് സെലക്ട് ചെയ്യാനും പിന്നെ ഡ്രഗ് ഡിസ്കവറി ടെസ്റ്റിംഗ് ഇതിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ബേസ്ഡ് ഓൺ സൂപ്പർവിഷൻ, ഡിഗ്രി ഓഫ് സൂപ്പർവിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ലേബിൾഡ് ഡാറ്റാ സെറ്റാണ് യൂസ് ചെയ്യുക. ഓരോ ഇൻപുട്ടും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും മാപ്പ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ലേബിൾഡ് ഡാറ്റാ സെറ്റാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ദ മോഡൽ ഈസ് ട്രെയിൻഡ് വിത്ത് അൺലേബിൾഡ് ഡാറ്റ. ജസ്റ്റ് ഇൻപുട്ട് മാത്രമുള്ള ഒരു ഡാറ്റാ സെറ്റാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രെയിൻഡ് വിത്ത് എ സ്മോൾ ലേബിൾഡ് ഡാറ്റാ സെറ്റ് ആൻഡ് എ ലാർജ് അൺലേബിൾഡ് ഡാറ്റാ സെറ്റ്. അതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നതിൽ എന്താണ് ലേബിൾഡ് അൺലേബിൾഡ് എന്നുള്ള സിനാരിയോ ഇല്ല. അവിടെ ഒരു ഏജൻറ് ഉണ്ടായിരിക്കും. ഏജൻറ് ലേൺസ് ടു മേക്ക് ഡിസിഷൻസ് ബൈ ഇൻട്രാക്ടിങ് വിത്ത് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ്. So thank you.